Hi, Namaste. Welcome back. Welcome back to my channel, Pink Trader. ട്രേഡ് എടുത്തിട്ട് പെട്ടെന്ന് ഒരു ബൂസ്റ്റ് പോകുന്ന സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് തിരിയാൻ തുടങ്ങിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുകയും ചെയ്തു. പക്ഷെ പെട്ടെന്നൊരു സഡൻ റിവേഴ്സൽ ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്യണം, എവിടെ എക്സിറ്റ് അടിക്കണം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പിങ്ക് ട്രേഡിൽ കറക്റ്റായിട്ട് അത് കാണിച്ചു തരും. ഒരു ട്രേഡ് എടുത്ത് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ലോസിലേക്ക് പോകുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാനുള്ളൊരു സൈഡ് വേ ഇൻഡിഫിക്കേഷൻ ആയിട്ട് കറക്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്രൂഡ് ഓയിലിൽ നമുക്ക് അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. 5 മിനിറ്റ്സിന്റെ ട്രേഡാണ്, സ്കാൽപ്പിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രൂഡ് ഓയിലിന് മോർണിംഗിൽ ഡൗൺ ട്രേഡ് ഉണ്ടായിരുന്നു. ഡൗൺ ട്രേഡ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയതാണ്. കുറച്ച് നേരം ഡൗൺ പോയതിനു ശേഷം മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് ഉണ്ടായി. അവിടുന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് സൈഡ് വേസ് ആയിട്ട് കളർ ചേഞ്ചസ് ആയിട്ട് ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ ആയിട്ട് കളർ ചേഞ്ച് വഴി സോഫ്റ്റ്വെയർ കാണിച്ചു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ബൈ ട്രേഡിലേക്ക് കയറി അവിടെ കൺഫർമേഷൻ വന്നതിന് ശേഷം എടുത്തിട്ടും പെട്ടെന്ന് ഒരു റിവേഴ്സൽ ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ സ്കാൽപ്പിങ്ങിൽ നമുക്ക് ബ്ലൂ കളർ വഴി പിന്നെയും കാണിച്ചു തന്നു. അപ്പോൾ അവിടെ ഒരുപാട് ലോസിലേക്ക് മുമ്പ് എക്സിറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ആണ്. അതേപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ ട്രെൻഡിലും നമുക്ക് ചേഞ്ചസ് ആയിട്ട് നമുക്ക് ട്രെൻഡ് റിവേഴ്സ് അടിച്ചു, അതായത് ബുള്ളിഷിലേക്ക് മാറി എന്നുള്ള ഇൻഡിക്കേഷൻ പല ടൈം ഫ്രെയിം വഴി കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് എക്സിറ്റ് അടിക്കാനായിട്ട് ഇതുപോലുള്ള നമുക്ക് ഇൻഡിക്കേഷൻ സഹായിക്കും. അപ്പോൾ ഒരുപാട് ഹ്യൂജ് ലോസ് നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന സെൽ ട്രേഡ് നമ്മൾ എടുത്തിരുന്നു. അത് കഴിഞ്ഞ് വന്ന സെൽ ട്രേഡ് ആക്ച്വലി നല്ലൊരു റിട്ടേൺസ് വന്നിട്ടുണ്ട്. സ്കാൽപ്പിംഗിൽ 5605 ട്രേഡ് എടുത്തത് അപ്രോക്സിമേറ്റ് 5557 വരെയൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് മാർക്കറ്റിൽ ബൈ ട്രേഡ്. ഇപ്പോൾ ബൈ ട്രേഡ് കൺഫേം ആകുന്നു. ഇപ്പോൾ കൺഫർമേഷൻ ആയിട്ട് ക്യാൻഡിൽ കളറും താഴെയും കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ഇത് സൈഡ് വേസ് ഒരുപാട് നടന്നുകൊണ്ട് ഈ കൺഫർമേഷൻ ലെവൽസ് അവിടെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും കൂടെ കട്ട് ചെയ്തതിന് ശേഷം എടുക്കുന്നത് ആക്യുറേറ്റ് ആയിരിക്കും. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ വഴി ഒരു പുതിയ സിഗ്നൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ അതിൻ്റെ ടൈം, അതിൻ്റെ എൻട്രി പോയിന്റ്, ടാർഗറ്റും ഉണ്ടാവും. അപ്പോൾ സിഗ്നൽസ് കൺഫർമേഷൻ ആണോ ചെക്ക് ചെയ്യുന്നതിന് പിന്നെ 3 അതായത് കൺഫർമേഷൻ ലെവൽസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും ബൈസോൺ, ഇത് 3 ഓക്കേന് ശേഷം അടുത്ത ക്യാൻഡിലാണ് ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് തിരിയാൻ തുടങ്ങിയെങ്കിലും നമുക്ക് കൺഫർമേഷൻ ലെവൽസ് ഇവിടെ വന്നിട്ടാണ് കിട്ടിയത്. അവിടുന്ന് ഇനിയിപ്പം മാർക്കറ്റ് ഒരു റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ഇവിടെ കട്ട് ചെയ്താൽ മാത്രമാണ് ആക്യുറേറ്റ് ട്രേഡ് ആയിട്ട് ആക്റ്റീവ് ആവുന്നത്. ആക്ച്വലി ഇവിടെ കൺഫേം ആയി ഇവിടെ ട്രേഡ് എടുക്കാം. പക്ഷേ നമുക്ക് ഈ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ കൺഫർമേഷൻ ലെവൽസ് കറക്റ്റായിട്ട് നമുക്ക് വന്നത് കുറച്ച് കയറിയിട്ടാണ്. അവിടെ നിന്ന് നമുക്ക് മാർക്കറ്റിൽ കുറച്ച് ഇറങ്ങി തിരിച്ച് അവിടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്താൽ, ഇല്ലെങ്കിൽ അത് റിവേഴ്സ് പോകും. കറക്റ്റ് ലെവൽ കൺഫർമേഷൻ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് സൈഡ് വേസ് ആയിട്ട് ഇടയ്ക്കിടെ കാണിക്കുന്നത് അവിടെ റിസ്കി ചാൻസ് ഉണ്ട്. അവിടുത്തെ ട്രേഡിൽ എപ്പോഴും റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ നമുക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. റെസിസ്റ്റൻസ് സ്ട്രോങ് ഒക്കെ ആണെങ്കിൽ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് സോഫ്റ്റ്വെയർ രണ്ടാമത് ഇവിടെ റീ എൻട്രി, അതായത് റീ എൻട്രി സജഷൻ എന്നുള്ളത് രണ്ടാമത് എൻട്രി എടുക്കാനുള്ള ഒരു അവസരം റീ എൻട്രി ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ മൊമെന്റ് അതുപോലെ തന്നെയായിരുന്നു. വൺ സൈഡ് മൊമെന്റ് തന്നെയായിരുന്നു. മോർണിംഗിൽ ബൈ കയറി ഇടയ്ക്കൊരു ഡൗൺ അടിച്ചെങ്കിലും നമ്മുടെ സോഫ്റ്റ് അവിടെ കൺഫർമേഷൻ ലെവൽസ് വന്നില്ല, താഴെ ഗ്രീൻ തന്നെയായിരുന്നു. ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ബൈ ട്രേഡ് നല്ലതായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും പിന്നെ ഒന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാം, തിരിച്ച് കയറുമ്പോൾ രണ്ടാമത് ഇവിടുന്ന് എൻട്രി എടുത്താൽ മതിയാവും. അതല്ലാതെ നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ്, നമുക്ക് സ്കാൽപ്പിംഗ്, സ്വിംഗ് ട്രേഡിംഗ് അങ്ങനെ പല ട്രേഡിലും നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ് താനും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് മാർക്കറ്റും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ പോളിക്യാപ്പിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനു മുമ്പും പോളിക്യാപ്പിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ആ ബൈ ട്രേഡ് ഇപ്പോഴും കണ്ടിന്യൂഷൻ ആണ്. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ 541 പോയിന്റോളം മാർക്കറ്റ് കയറി നിൽക്കുക തന്നെയാണ്. അപ്പോൾ നല്ല റിട്ടേൺസ് ആണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഫ്യൂച്ചറാണ്. അതേപോലെ തന്നെ ക്യാഷിൻ്റെ നോക്കുകയാണെങ്കിൽ 516 പോയിന്റ് കയറി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നല്ല റിട്ടേൺസ് നമുക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ലൈവ് പെർഫോമൻസ് ആയിട്ട് കാണാൻ സാധിക്കും. എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിനകത്ത് എങ്ങനെ എൻട്രി എടുക്കുന്നത് ലൈവ് ചെക്ക് ചെയ്യാൻ വളരെ ട്രയൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം മാത്രം പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, താങ്ക് യു.